നമസ്കാരം. പാർലമെന്റും ചെങ്കോട്ടയും ബോംബ് സ്ഫോടനത്തിലൂടെ തകർക്കും. ഭീഷണി മുഴക്കി ഖാലിസ്ഥാൻ ഭീകരർ രംഗത്ത്. മലയാളികളായ രാജ്യസഭാ MP ആയിട്ടുള്ള വി ശിവദാസനും റഹീമിനുമാണ് പാർലമെന്റും ചെങ്കോട്ടയും ഒക്കെ തകർക്കും, ബോംബ് സ്ഫോടനം നടത്തും എന്നുള്ള തരത്തിലൊക്കെ ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. ഖാലിസ്ഥാൻ വിഭാഗത്തിൽ പെട്ടവരാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം നൽകിയത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഉറപ്പില്ല എങ്കിലും ഏകദേശം വിലയിരുത്തലുകൾ വരുമ്പോൾ ഖാലിസ്ഥാൻ ഭീകരരാണ് ഇതിന് പിന്നിലെന്നതാണ് സൂചന. ഞായറാഴ്ച രാത്രി 11:30ഓടെയാണ് GOK പഡ്വൻ സിംപന്നു സിഖ് ഫോർ ജസ്റ്റിസ് ജനറൽ കൗൺസിൽ എന്ന പേരിലുള്ള ഇമെയിലിൽ സന്ദേശം ലഭിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഖാലിസ്ഥാൻ തീവ്രവാദ സംഘടനയായിട്ടുള്ള സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലുള്ള ഈ സന്ദേശം MP-മാർക്ക് ലഭിച്ചിരിക്കുന്നത്. മലയാളി രാജ്യസഭ MP ആയിട്ടുള്ള വി ശിവദാസനും റഹീമിനുമാണ് സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണാധികാരികളുടെ കീഴിൽ സിഖുകൾ ഭീഷണി നേരിടുകയാണെന്നും ഖാലിസ്ഥാൻ ഹിതപരിശോധന സന്ദേശം ഉയർത്തി പാർലമെന്റ് മുതൽ ചെങ്കോട്ട വരെ ബോംബിട്ട് തകർക്കും എന്നതാണ് സന്ദേശത്തിൽ പറയുന്നത്. അത് അനുഭവിക്കേണ്ടെങ്കിൽ MP-മാർ വീട്ടിലിരിക്കണം എന്നതാണ് ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. സന്ദേശം ലഭിച്ച ഉടനെ തന്നെ MP-മാർ ഡൽഹി പോലീസിനെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയായിരുന്നു. വിവരങ്ങൾ കൈമാറി എന്നതാണ് വിവരം. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി MP-മാരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പാർലമെന്റിലെ ആദ്യ സമ്മേളനത്തിനിടെ ഏതാനും യുവാക്കൾ ലോക്സഭയ്ക്കുള്ളിൽ കയറി വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. പുതിയ ഭീഷണിയെ തുടർന്ന് പാർലമെന്റിൽ സുരക്ഷ ശക്തമാക്കാനാണ് ഇപ്പോൾ എന്തായാലും ഉദ്യോഗസ്ഥരുടെ തീരുമാനം. എന്തായാലും ഏറെ നാളുകൾക്ക് ശേഷം രാജ്യത്ത് വീണ്ടും ഖാലിസ്ഥാൻ പ്രവർത്തനങ്ങൾ തലപൊക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു സന്ദേശം പുറത്തു വരുമ്പോൾ പറയാൻ സാധിക്കുന്നത്. ഇനി ഇന്നത്തെ പഞ്ചാബിൽ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും നിന്നിരുന്ന ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക വിഭാഗം പ്രവർത്തിച്ചിരുന്നു. അവരാണ് ഈ ഖാലിസ്ഥാൻ വാദികൾ. പരമാധികാര സിഖ് രാഷ്ട്രീയത്തിനായിട്ടുള്ള പോരാട്ടമാണ് അന്ന് മുതൽ ഈ ഖാലിസ്ഥാൻ പ്രസ്ഥാനം നടത്തിയിരുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984, ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ 1986-ലും 1988-ലൊക്കെ 88-കളിലൊക്കെ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകളൊക്കെ തുടർന്നിട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തെ ഇന്ത്യ തകർത്തത്. എന്ന് വെച്ചാൽ മറ്റൊരു രാജ്യം എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു വിഭാഗമായിരുന്നു. ഖാലിസ്ഥാൻ പ്രസ്ഥാനം ഇന്ത്യയിൽ നിരോധിച്ച ഒരു സംഘടനയാണ്. അവിടെ ഉദ്യോഗസ്ഥർ അതിനെയും അതിന്റെ അനുബന്ധ ഗ്രൂപ്പുകളെയും ഒക്കെ ദേശീയ സുരക്ഷാ ഭീഷണിയായി തന്നെയാണ് കാണുന്നത്. അതായത് രാജ്യത്തിന് ഏറ്റവും വലിയ ദേശീയ ഭീഷണിയായി കാണുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ഖാലിസ്ഥാൻവാദം. പക്ഷേ ഈ പ്രസ്ഥാനത്തിന് വടക്കേ ഇന്ത്യയിലും അതിനപ്പുറത്തുള്ള കാനഡ, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ സിഖ് പ്രവാസികളുടെ ആവാസ വ്യവസ്ഥയിലും ചിലരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഖാലിസ്ഥാൻ വാദം കൂടുതൽ ശക്തമാകുന്നുണ്ട്. അവർക്ക് വേണ്ടി ആരൊക്കെയോ എവിടെയൊക്കെ ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു മെയിൽ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നത്. ബോംബാക്രമണം നടത്തിയാലും ഇല്ലെങ്കിലും ഇത്തരത്തിലൊരു ആക്രമണം നടത്തുമെന്ന് പറഞ്ഞ ഒരു മെയിൽ അയക്കാൻ വരെ ഇപ്പോഴും പലരും ഉണ്ട് എന്നത് വലിയ രീതിയിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. വീണ്ടും രാജ്യത്ത് ഖാലിസ്ഥാൻ വാദം ശക്തമാകുന്നുണ്ടോ എന്ന് തന്നെയാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് തോന്നുന്നത്.